ശരത് സാറിനെ വിളിച്ചു. സാറിൻ്റെ കൂടെ പാടാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. അപ്പോൾ ആരിത് സ്ഥിരം പരിപാടി. ഞാൻ പറഞ്ഞു, സാർ എൻ്റെ പേര് നിത്യ മാമൻ. മാമനോ? ഞാൻ ഒരു മാമൻ ഇവിടെ അടുപ്പിക്കാറില്ല. ഇറങ്ങിപ്പോയി. മഴക്കോളു കണ്ടാൽ മതിക്കും ഈ നാട്ടിൽ ഇടത്തോട് പോലും നിങ്ങളുടെ തൊണ്ടയിൽ നിന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം വളരെ ഹസ്കി ആയിട്ട് സംസാരിക്കുന്ന ഈ വാതുക്കല് വെള്ളരിപ്രാവ് എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരാളിങ്ങനെ ലൗഡായിട്ട് വാതുക്കല് വെള്ളരിപ്രാവ് ശിശിരം പകരും പനിനീർ മഴയിൽ വെറുതെ നനയുമ്പോൾ നമ്മൾ തമിഴ്നാട്, തെലുഗു, ആന്ധ്രയിലൊക്കെ പോകുമ്പോൾ അവർ ദി ടോക്ക് അബൌട്ട് രവീന്ദ്ര മാഷ്. അവരുടെ പാട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. കാലമേ മധുമൂടിയ കാലമേ. അപ്പൊ നിങ്ങൾ ഈ നാടിൻ നന്മകനെ പൊന്മകനെ ഒന്നും സ്റ്റേജ് പാടില്ല? ഇലുമിനാറ്റി ഞാൻ പൊതുവെ പാടാറില്ല. സത്യമായിട്ട് ഇലുമിനാറ്റി ആയതുകൊണ്ട് ഞാൻ പാടുന്നു. വാർമുകിലേ വാനവി വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ. റാപ്പേഴ്സിന്റെ പാട്ടുകളൊക്കെ എല്ലാവരും ആവശ്യപ്പെടില്ലേ? അപ്പൊ എന്ത് ചെയ്യും? പറയാറില്ല? ആവശ്യപ്പെടാറില്ല, പക്ഷെ ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ പാടും. കസേരയിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നിത്യ ഭയങ്കര കൂളായിട്ടാണ്. സ്റ്റേജിൽ ഒരിക്കലും ഇത്രയും കൂളായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റില്ല. ഇടിച്ചു പൊളിക്കുന്ന ഇല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വൈബ് സൃഷ്ടിക്കുന്ന ഒരു സ്പേസിലേക്ക് പോകണം, ഇല്ലെങ്കിൽ ഷോ വിജയിക്കില്ല. അപ്പോൾ ഷോയിൽ പോകുമ്പോൾ വേറൊരു നാഗവല്ലി എടുക്കും. മേ ബി നാഗവല്ലി അത്ര അഗ്രസീവ് ആയിരിക്കണമെന്നില്ല, പക്ഷേ പാട്ടിൽ കാണിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഷോസെല്ലാം ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ റാപ്പേഴ്സിൻ്റെ ഒക്കെ ഷോസ് ഉണ്ട്. അതിനകത്തെന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ റാപ്പേഴ്സിൻ്റെ ലിറിക്സ് പോലും ഇവരനുകരിക്കുകയാണ്. അത് പാടാണ്. ഇപ്പോൾ സാധാരണ പാട്ട് പോലും നമുക്ക് മറന്നു പോകുമ്പോഴാണ് റാപ്പേഴ്സ് പാടുന്ന കടകടകടാന്ന് പാടുന്ന സാധനം അവർക്ക് തന്നെ ഡീകോഡ് ചെയ്യാൻ പാടുള്ളൊരു സാധനം ഇവരങ്ങോട്ട് പാടുന്നില്ല. അപ്പോൾ അത്തരം ഒരു വൈബൊക്കെ കാണുമ്പോൾ നമ്മുടെ ഷോസൊക്കെ ഇങ്ങനെ പതിയെ മതിയോ, ഇല്ലെങ്കിൽ ഓഡിയൻസ് വേറെയാണോ? അങ്ങനെയാണോ ചിന്തിക്കുന്നത്? എങ്ങനെയാണ്? അല്ല, എല്ലാ ടൈപ്പ് ഓഡിയൻസ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി സീനിയർ സിറ്റിസൺസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാം ബാലൻസ് ചെയ്ത രീതിയിൽ നമ്മൾ റെഡി ആക്കുന്നേ ഉള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ഒറിജിനൽസും കൂടെ നമ്മൾ പെർഫോം ചെയ്യും. എല്ലാം ഒരു ബാലൻസ്, എല്ലാം ബാലൻസ് ചെയ്ത് പോകുന്നു. ഈ ജോൺസൺ മാഷിൻ്റെ പൊന്നിൽ കുളിച്ച് നിന്ന് ചന്ദ്രിക വസന്തം കവർ പാടുന്നത് അതൊന്ന് പാടുമോ? പാട്ട് പാടിക്കാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ജോലി എന്ന് പറയുന്നത് തന്നെ മറ്റു വിശേഷം ചോദിക്കലല്ല, പാട്ട് പാടിക്കലാണ്. അപ്പൊ നിത്യക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആകുന്ന പാട്ട് പാടിക്കലാണെന്ന് തോന്നുന്നു, വർത്താനം പറയുന്നതിനേക്കാൾ. തീർച്ചയായിട്ടും ഞാൻ വഴിക്കാ പൊക്കോണ്ടിരിക്കുന്നത്. ആദ്യം തമ്മിൽ കണ്ടു മണിമുകിലായി പറന്നുയർന്നു ഞാൻ, പിന്നെ കാണും നേരം പുതുമഴ പോലെ പെയ്തലിഞ്ഞു ഞാൻ. നിത്യക്ക്, ജോൺസൺ മാഷിന്, കൈതപ്രത്തിനും ഒക്കെ സല്യൂട്ട്. അയ്യോ, താങ്ക് യു സോ മച്ച്. എനിക്ക് ഏറ്റവും ഇഷ്ടമായി, ഞാൻ ഈ ഒരു ലിബർട്ടി എടുത്ത് പറയണം, ഔസേപ്പച്ചൻ സാറ് ഈ ഒരു പാട്ട് കേട്ടിട്ട് എന്നെ വിളിച്ചിട്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി പാടാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓ, അടിപൊളി. ചിത്ര ചേച്ചിയുടെ രീതിയിലായിരിക്കും ഷോ ചെയ്യുന്നത്. പക്ഷേ നിത്യയ്ക്ക് നിത്യയുടെ രീതിയിൽ ചെയ്യാം. പക്ഷേ ഈ സർവൈവലിന് ഓഡിയൻസിൻ്റെ സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മൾ സ്റ്റേജ് ഷോസിൽ ഇത്തരത്തിലുള്ള നമ്മുടെ സ്വകാര്യതകൾ നടക്കാതെ വരും. അതുകൊണ്ടാണല്ലോ നമ്മളൊരു മിക്സപ്പ് കൊടുക്കുന്നത്. അവിടെയൊക്കെ എങ്ങനെയാണ് ചിന്തിക്കണേ? കൂട്ടായ ഒരു ചിന്ത വേണമല്ലോ. അപ്പോൾ നിത്യയ്ക്ക് പറ്റുന്നത് മനസ്സിലാവാൻ വേണം. ഹസ്ബൻഡ് സപ്പോർട്ടുണ്ട്, പക്ഷേ എങ്കിലും ഒരു യൂണിറ്റി നമ്മളുടെ കൂടെ എല്ലാവരും നിന്ന് സംസാരിക്കണ്ടേ? ആ ഡിസ്കഷൻസ് ഒക്കെ എങ്ങനെയാണ് നടന്നു പോണേ? അഫ്കോഴ്സ് നമ്മുടെ കോ മ്യൂസിഷ്യൻസ് ഉണ്ടല്ലോ, നമ്മുടെ ബാൻഡിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നമുക്ക് സൂട്ട് ചെയ്യുന്നതും എന്നാൽ നമ്മൾ യുണീക്കായിട്ട് വെക്കുന്ന നമ്പേഴ്സൊക്കെ, പാട്ടുകളൊക്കെ നമ്മൾ ഒന്നിച്ചിരുന്ന് സെർച്ച് ചെയ്യാറുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ട്രെൻഡിങ് എപ്പോൾ ഏതാണ് ഇപ്പോൾ ട്രെൻഡിങ് നമ്പർ 1 അങ്ങനത്തെ ലിസ്റ്റ് നോക്കാറുണ്ട്. കാരണം എപ്പോഴും ഇപ്പോഴത്തെ ഷോസിൽ ഡെഫിനറ്റ്ലി 1-2 പാട്ട് ട്രെൻഡിങ് ഉൾപ്പെടുത്തിയാലേ പറ്റുള്ളൂ. പഴയ പാട്ടിലാണ് ജുംബലിക്ക പോലത്തെ അതിപ്പോൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ തന്നെ എപ്പോഴും ഇറ്റ് വർക്ക്സ്. കാരണം അത്രയ്ക്ക് അതൊക്കെ ക്ലാസിക്സ് ആണ്, റൊമാൻസ് ക്ലാസിക്സ് ആണ്. അപ്പോൾ അങ്ങനത്തെ പഴയ പാട്ടിലും ഉൾപ്പെടുത്താറുണ്ട്.
പക്ഷേ ഇത് പൂർണ്ണമായിട്ട് പാടണോ? ചിലതൊക്കെ നമ്മൾ മുറിച്ച് പാടിയാൽ മതി എന്ന് തീരുമാനമെടുക്കും. ഇതൊക്കെ ആരാ തീരുമാനിക്കണേ? നമ്മൾ തന്നെ. അതെങ്ങനെയാണ് പരുവപ്പെട്ട് വരുന്നത് എന്നുള്ള ആ ഡിസ്കഷൻ മോഡാണ് ഞാൻ. അങ്ങനെ കൂടുതൽ ആലോചിച്ചിട്ടും കാര്യമില്ല, ആ സമയത്ത് തോന്നുന്ന ചെയ്യാം. സീതാരാമത്തിലെ സോങ്ങിൽ ശരിക്കും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് കേൾക്കുന്ന ഫീമെയിൽ നിത്യയുടെയാണ്. അത് പാടുമോ? അതിലെ എല്ലാ പാട്ടുകളും ശരിക്കും പോപ്പുലറാണ്. മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ തലച്ചോറിൽ ഇങ്ങനെ വരും, ഓയോ കൊള്ളാലോ എന്നുള്ളൊരു സാധനമില്ലേ? അന്നേരം ആ ഒരു ആൽബം എന്ന് പറഞ്ഞാൽ എല്ലാ ലാംഗ്വേജിലും അത് എല്ലാ ലാംഗ്വേജും അക്സെപ്റ്റ് ചെയ്തു എന്നാണ്. കാരണം പൊതുവെ പാൻ ഇന്ത്യ മൂവീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മലയാളികൾ പോലും അതിൻ്റെ മലയാളം വേർഷൻ കേൾക്കണമെന്നില്ല, ഭയങ്കര കുറവാണ്. അപ്പം അത്രയും ബ്യൂട്ടിഫുള്ളി എഴുതി തന്ന ലിറിക്സിസ്റ്റ് അരുൺ ആലാട്ട്, അദ്ദേഹം ഒരു സിംഗറും കൂടെയാണ്. അപ്പോൾ അദ്ദേഹമാണ് അത് ഈ ലിറിക്സും കൂടെ എഴുതി തന്നത്, നല്ല ബ്യൂട്ടിഫുൾ എഴുതിയേക്കുന്നത്. ഈ ഒരു പാട്ടിൻ്റെ തെലുഗു ആണെങ്കിലും തമിഴ്, കന്നഡ വേർഷനുണ്ട്. എല്ലാം ഹേ രാമ ഹേ സീത എന്നായിരുന്നു. പക്ഷെ മലയാളത്തിൽ മാത്രം പെൺപൂവേ തേൻ വണ്ടേ രാമൻ സീത ഉപയോഗിച്ചിട്ടില്ല. ബാക്കി എല്ലാ ലാംഗ്വേജിലും രാമൻ സീതയുണ്ടായിരുന്നു. അപ്പം എപ്പോഴെങ്കിലും നേരിട്ട് കാണുമ്പോൾ ചോദിക്കണമെന്നുണ്ട് എനിക്ക്, അതെന്തുകൊണ്ട് മലയാളത്തിൽ മാത്രം എന്തുകൊണ്ട് രാമയും സീത വിളിച്ചിടാന്ന്. പിന്നെ ഈ പാട്ട് ശരത് സാറിനൊപ്പം പാടാൻ പറ്റിയെന്നാണ്. അപ്പം ഈ പാട്ട് ഞാനാണ് ആദ്യം പാടിയും. ആരാ പാടുന്നതെന്ന് ചോദിച്ചപ്പോൾ ശരത് എന്നിങ്ങനെ പറഞ്ഞു. അറിഞ്ഞില്ല ശരത്. ഓക്കെ വരാം, സിംഗേഴ്സ് ആയിരിക്കും അങ്ങനെ. ഓക്കെ സാർ ശരി. പിന്നെ അതിൻ്റെ ജസ്റ്റ് നെക്സ്റ്റ് ഡേയിൽ തന്നെ ഈ പാട്ട് ഇറങ്ങി കേട്ടോ. റെക്കോർഡ് ചെയ്തതിൻ്റെ ജസ്റ്റ് നെക്സ്റ്റ് ഡേ തന്നെ പാട്ടിറങ്ങി. ദാറ്റ് വാസ് ദ ഫാസ്റ്റസ്റ്റ് സോങ് എവർ ഇറങ്ങിയിരിക്കുന്നത്. കാരണം അത് കുറച്ച് ധൃതിയിലായിരുന്നു, വേറെ ലാംഗ്വേജസ് ഒക്കെ ചെയ്തപ്പോൾ. അപ്പം മെയിൻ തെലുഗു ആയിരുന്നല്ലോ, തെലുഗു കേട്ടിട്ടാണ് നമ്മൾ പാടിയത്. അത് കേട്ടിട്ട് ഇത് പാടിയപ്പോൾ പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാൻ പാടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സൈഡ് ബൈ സൈഡ് സാറും പാടുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ആരാ പാടുന്ന ഒരു പിടിയില്ല. അപ്പോൾ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ശരത് സാറിനെ വിളിച്ചു. സാറിൻ്റെ കൂടെ പാടാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. അപ്പോൾ ആരിത് ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ എൻ്റെ പേര് നിത്യ മാമൻ. മാമനോ? ഞാൻ ഒരു മാമൻ ഇവിടെ അടുപ്പിക്കാറില്ല, ഇറങ്ങിപ്പോയി. സാർ എൻ്റെ പേര് നിത്യ മാമനാണ്, മാമൻ എൻ്റെ ഫാദറിൻ്റെ പേരാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുത്തു. സാറിനെ അറിയായിരിക്കും നിത്യ, സാർ അങ്ങനെ പറയുള്ളൂ. ഭയങ്കര സന്തോഷം ഈ ഒരു ടീമിൻ്റെ ഒപ്പം വയ്ക്കാൻ പറ്റിയതിന്. തേൻ വണ്ടേ മനസ്സരികിലായുണ്ടേ നീ തേടും കളിച്ചിരികളാൽ തന്നെ എന്നിതളോരമായി എന്നുമെന്നും നിൻ പൂഞ്ചിറകുകൾ ചേർക്കുമോ ഒന്നായി ഒന്നു നാം തീർത്തൊരീണം കാലം പിന്നെയും ഓളമോ ഇനി വരും ജന്മവും നിന്നിടാം നിഴല പോലെ ഞാൻ പെൺപൂവേ ഇതളണിയുമോ ചാരി തേൻ വണ്ടേ മനസ്സരികിലായുണ്ടേ. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അന്യഭാഷാ ചിത്രങ്ങളിൽ വരുന്ന പാട്ടുകളൊക്കെ ഇത്രയും പോപ്പുലർ ആവില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ പിന്നെ അങ്ങനെയല്ല, എല്ലാ ഇൻഡസ്ട്രിയും പിടിക്കാൻ വേണ്ടി തന്നെയാണ് ആ സിനിമകളൊക്കെ വരുന്നത്. ഇപ്പോൾ ലക്കി ഭാസ്കർ ഓടിക്കൊണ്ടിരിക്കുന്നത് പോലെ സൂപ്പർ ഹിറ്റായിട്ട് ഓടാൻ വേണ്ടി തന്നെയാണ് എല്ലാം വരുന്നത്. അതുകൊണ്ട് നല്ല സിംഗേഴ്സിന് കൂടുതൽ ഒരു അവസരം കിട്ടും. ഇടയ്ക്കൊരു ഷോയ്ക്ക് മീന വന്ന സമയത്താണെന്ന് തോന്നുന്നു, അതിനകത്ത് മോഹൻ സിത്താര സാറിൻ്റെ ഉണ്ണി വാവാവോ പാടിയിട്ടുണ്ടായിരുന്നു. കാനനക്കുയിലിന് കാതിലിടാനൊരു കാൽപ്പവൻ പൊന്നു തരാം, ഗിരീശേട്ടൻ്റെ വരികളാണ്. കാനനക്കുയിലിനൊന്ന് പാടുമോ? നിങ്ങളെ കൊണ്ട് പാട്ട് പാടിക്കുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി എന്ന് പറയുന്നത്. കാനനക്കുയിലേ കാതിലിടാനൊരു കാൽപ്പവൻ പൊന്നു തരാമോ കനകനിലാവേ കയ്യിലിടാനൊരു മോതിരക്കല്ലു തരാമോ മാരനവൻ വരും മംഗല്യനാളിൽ പെണ്ണിനുമേ മിനുങ്ങാൻ മാരനവൻ വരും മംഗല്യനാളിൽ പെണ്ണിനുമേ മിനുങ്ങാൻ കാനനക്കുയിലേ കാതിൽ
തരാമോ കനകനിലാവേ കൈവിടാനൊരു മോതിരക്കല്ലു തരാമോ. രാധിക തിലക് അതെ, ചേച്ചി പാടിയൊരു പാട്ടാണ്. ഈ മ്യൂസിക് പഠിക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ്? ഹിന്ദുസ്ഥാനി തുടർന്ന് പഠിക്കുന്നുണ്ടോ അതെ കർണാട്ടിക് ട്രൈ ചെയ്യുന്നുണ്ടോ? എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷം പറയൂ. ഞാൻ ഹിന്ദുസ്ഥാനി എപ്പോഴും പഠിക്കുന്നുണ്ട്. ബേണി ഇഗ്നീഷ്യസ് മ്യൂസിക് ഡയറക്ടർ ഡുവല് ബേണി സാറിൻ്റെ അടുത്താണ് ഞാൻ പഠിക്കുന്നത് ഹിന്ദുസ്ഥാനി. ആൻഡ് ഇപ്പോൾ ചെറിയ രീതിയിൽ കർണാട്ടിക്, ഐ മീൻ ഹാർഡ് കോർ കർണാട്ടിക് അല്ല, ചെറിയ രീതിയിൽ കുറച്ച് കീർത്തനങ്ങൾ അങ്ങനെ പഠിക്കാനും തുടങ്ങിയിട്ടുണ്ട്. മാമിൻ്റെ പേര് മീര റാംമോഹൻ. മാമും ഒരുപാട് കച്ചേരീസൊക്കെ ചെയ്യുന്നതാണ്. ഷീസ് ക്വൈറ്റ് ഫേമസ്. ഈ പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നത് എപ്പോഴും അത്തരത്തിലുള്ള സംഗതികളായിരിക്കും. അത് സിനിമാ പാട്ടുകൾ ട്രൈ ചെയ്യുമോ? അതേ ഷോ വരുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ സിനിമാ പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യുകയോ ഓർക്കുകയോ ചെയ്യുള്ളൂ? എങ്ങനെയാണ്? സിനിമ പാട്ടിൽ പൊതുവെ കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം. എൻ്റെ വോയിസിൽ കൂടുതൽ ക്ലാസിക്കൽ വരുത്തിക്കാൻ ഞാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ. ലൈക്ക് ജസ്റ്റ് ഫിലിം മ്യൂസിക് മാത്രം, ആ ഒരു റൊമാൻറ്റിക് സോങ്സ് മാത്രം ഒതുങ്ങി പോകാണ്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ജോണേഴ്സ് പഠിക്കാൻ വേണ്ടി. കാരണം എനിക്ക് എം ജി ശ്രീകുമാർ സാറിൻ്റെ പാട്ടിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പണ്ടത്തെ കൺഫ്യൂഷൻ തീർക്കണമേ അങ്ങനത്തെ ഒക്കെ പാട്ടിലൊക്കെ അതൊക്കെ എന്താ പറയുക, ഹൈ പേസ് സോങ്ങാണ്, ഹൈ എനർജി സോങ്ങാണ്. അതുപോലെ തന്നെ ഹൈലി ക്ലാസിക്കലി റൂട്ടഡ് സോങ് കൂടെയാണ്. നല്ല പാടാണ് അത് പാടാൻ. പക്ഷെ സാറിന് നല്ല ഭയങ്കര പുഷ്പം ആയിട്ട് പാടാൻ പറ്റുന്ന പാട്ടിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഈസിനെസ്സിൽ അത് എന്ത് ടൈപ്പ് സോങ്ങും പാടാൻ എനിക്ക് തോന്നുന്നു കർണാടക ഹിന്ദുസ്ഥാനി നല്ല ബേസ് ഉണ്ടെങ്കിൽ അത് പാടാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ദൂരെയാരോ പാടുകയാണൊരു ദേവഹിന്ദോളം, ഉള്ളിനുള്ളിൽ പ്രണയ സരോദിൻ സാന്ദ്രമാം നാദം, കാതിൽ മെല്ലെ കിക്കിളിക്കൂട്ടും ചില്ലുലോലാക്കിൽ കാതരസ്വരമന്ത്രമുണർത്തും ലോലസല്ലാപം, ഒരു കോടി സൂര്യമണി തേടി തെളിവാനിൽ മെല്ലെ ഉയരാൻ വാ, ശിശിരം പകരും പനിനീർമഴയിൽ വെറുതെ നനയുമ്പോൾ ദിക്തന ദിക്തന തിരന ദിക്തന 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 തിരന ദിക്തന ദിക്തന തിരന ദിക്തിരന ദിക്തന ദിക്തന തിരന, തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തുവൽ മെനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ വണ്ടുലഞ്ഞ മലർ പോലെ വാർനിലാവിനിതൾ പോലെ നെഞ്ചിനുള്ളിലൊരു മോഹം, അതിനിന്ദ്രനീലലയ ഭാവം, കുങ്കുമമേഘം കുളിരു കോർക്കും ഒരു മഞ്ഞള പോലെയുലാവാം. കൂടെ പാടുന്ന നിത്യ കുറച്ച് ട്രോളിക്കോട്ടെ. നിത്യ, ഈ ഗായകർ വരുമ്പോൾ പാട്ട് പാടുന്നത് കേൾക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. കാരണം നിങ്ങൾ മുമ്പിലിരിക്കുന്ന കുറച്ച് സമയം കിട്ടുള്ളൂ. ആ സമയം പൂർണ്ണമായി എക്സ്പ്ലോർ ചെയ്യുക. ചില സമയത്ത് എക്സ്പ്ലോയിറ്റേഷൻ ആയി പോവും, അത് ക്ഷമിക്കുക. സന്തോഷമുള്ളൂ. അപ്പൊ ഇനി രവീന്ദ്രൻ മാഷിന്റെ ഒരു പാട്ട്, മാഷിനെ കുറിച്ച് പറഞ്ഞിട്ട് പാട്ട് പാടാം. ആദ്യമേ തന്നെ പറയാം, മലയാളം ഇൻഡസ്ട്രി പഴയ പാട്ടിലാണെങ്കിലും എപ്പോഴത്തെ പാട്ടിലാണെങ്കിലും നമുക്ക് മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ജെംസാണ്, മുത്തുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആരാണ് ബെറ്റർ ഒന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരുടെ തോട്ട് പ്രോസസ്സ്, അവർ എന്താ പറയുക, ക്രിയേറ്ററിന് നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റല്ലേ, അതായത് ദി അൾട്ടിമേറ്റ് ക്രിയേറ്റർ, ആ റെസ്പെക്റ്റാണ് നമുക്ക് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനോടും ഉള്ളത്. അപ്പോൾ രവീന്ദ്ര മാഷ് ഇത്രയും മലയാളി തനിമ, ഇത്രയും കർണാട്ടിക് മ്യൂസിക് ആണെങ്കിലും ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള, കാരണം സ്പെഷ്യലി നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ തമിഴ്നാടു, തെലുഗു അല്ലെങ്കിൽ ആന്ധ്രയിലൊക്കെ പോകുമ്പോൾ അവർ ദി ടോക്ക് അബൌട്ട് രവീന്ദ്ര മാഷ്, അവരുടെ പാട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഒരുപാട് ഐക്കോണിക് നമ്പേഴ്സ് പാട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട്. രവീന്ദ്ര മാഷിൻ്റെ പാട്ടുകൾ എപ്പോഴും യങ് ജനറേഷനും കൂടെ പാടണം എന്ന് തന്നെയാണ് നമുക്ക് ആഗ്രഹം. പക്ഷെ അന്നത്തെ മൂവീസിൻ്റെ സ്ക്രിപ്റ്റ് അല്ല നമുക്ക് എപ്പോഴത്തെ, അത് ആപ്ലിക്കബിൾ അല്ലാത്ത ടൈമാണ്. പക്ഷെ എന്നാലും ഒരിക്കലും എവർഗ്രീൻ ഹിറ്റ്സാണ്. മെലഡിക്കും നല്ല മെലഡിയും ഉണ്ട്, ഫാസ്റ്റ് നമ്പേഴ്സും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ രവീന്ദ്ര മാഷിൻ്റെ ഫാസ്റ്റ് നമ്പേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ഹരിമുരളിരോ അങ്ങനത്തെ ഒക്കെ പാട്ടിൽ ഒന്നും പറയാനില്ല, വളരെ
ഡിവൈൻ മ്യൂസിക്കാണ് അദ്ദേഹത്തിൻ്റെ. ഈ നിറങ്ങളെയൊക്കെ ഒരു പ്രാവശ്യം എന്താ പറയുക, നമ്മൾ പാടാൻ ശ്രമിച്ചാൽ മനസ്സിലാവും എന്താണ് രവീന്ദ്ര മാഷ് എന്നുള്ളത്. അപ്പോൾ ഒരു പാട്ട് പാടും. വാർമുകിലേ വാനണി വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ. വാർമുകിലേ വാനണി വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ. കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയായി മിഴിനീർ വഴിയിൽ. വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ. അടിപൊളി. ചിത്ര ചേച്ചിയുടെ ഇൻ്റർവ്യൂവിന് ഏത് പാട്ടാണ് ആദ്യം ചോദിക്കേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂസ്ഡായി ആലോചിക്കുമ്പോൾ അവസാനം ഞാനൊരു തീരുമാനമെടുത്തു. എന്നെ മ്യൂസിക്കിലേക്ക് അല്ലെങ്കിൽ ഫിലിം മ്യൂസിക്കിലേക്ക് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്ത മനുഷ്യൻ എന്ന് പറയുന്നത് മാഷാണ്. അതുകൊണ്ട് വാർമുകിലെ എല്ലാ കാലഘട്ടത്തിലെയും എല്ലാവരെയും ആകർഷിക്കുന്നൊരു പാട്ടാണ്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചിത്ര ചേച്ചിയുടെ അടുത്ത് അത് എന്നെ ചോദിച്ച് തുടങ്ങാം. അങ്ങനെയാണ് ഞാൻ വാർമുകിലെ എന്ന് പറയുന്ന പാട്ടിലാണ് ചിത്ര ചേച്ചിയുടെ അഭിമുഖം തുടങ്ങുന്നത്. ഈ വാർമുകിലെ എന്ന് പറയുന്നത് എത്ര വാർമുകിലെ ഉണ്ടെന്ന് എനിക്ക് തന്നെ ഒരിക്കലും ഇപ്പോഴും അപ്പോഴും കേട്ട് നമ്മൾ എണ്ണി പഠിച്ചൊക്കെ വെക്കും, ഇത്രയും വാർമുകിലയുണ്ട്. പക്ഷേ എനിക്കറിയില്ല ഇപ്പോഴും വാർമുകില എത്ര ഉണ്ടെന്ന്. ചേച്ചിയത് അത് തന്നെ ചോദിച്ചാണ് തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അത് എന്താ പറയുക, വാർമുകില പാടിയതിൽ അത്രയും ഓർമ്മകളെ പെട്ടെന്ന് കൊണ്ടുവന്നു. രസമുള്ള പാട്ടാണ്. ഈ കാലഘട്ടത്തിൽ 24 ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത ദിവസം ആമസോൺ പ്രൈമിൽ കനകരാജ്യം വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ കനകരാജ്യത്തിൽ പാട്ട് പാടിയിട്ടില്ലേ? കഥ ഇന്നുവരെ നമ്മുടെ മുകേഷ് അതെ, അതിനകത്തും പാടിയിട്ടുണ്ട്. അതേപോലെ ഈ റീസെൻ്റായിട്ട് കുറേ പാട്ടുകൾ ഞാൻ കേട്ടായിരുന്നു. പക്ഷേ ഈ സിനിമകൾ പെട്ടെന്ന് വന്നു പോകുന്നത് കൊണ്ട് തലച്ചോറിൽ ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. പുതിയ ഈ 24 ഇറങ്ങിയ ഏതെങ്കിലും ഒരു പാട്ട്, ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ ഏതെങ്കിലും ഒരു പാട്ട് പാടും. കാലമേ മധുമൂടിയ കാലമേ നെഞ്ചിലെ മൊഴിമൂളിയ കാലമേ ദൂരെ നിലാവിൻ്റെ രാഗാവിൽ പാടി നറുവെണ്ണിൻ്റെ വാൽപക്ഷി പതിയെ നാം കൺചിമ്മിയോ. കാലമേ മധുമൂടിയ കാലമേ നെഞ്ചിലെ മൊഴിമൂളിയ കാലമേ. നമ്മൾ BK ഹരിനാരായണനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിനായക് ശശികുമാറിനെ കുറിച്ച് പറഞ്ഞില്ല. നിങ്ങൾ വെള്ളരിപ്പട്ടണത്തിനകത്ത് വിനായകൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതെ, വെള്ളരിപ്പട്ടണം മാത്രയുടെ മധുരം എന്ന ചിത്രത്തിലും ഗാനമേ എന്ന ആ പാട്ട്, അത് ഹിഷാം അബ്ദുൾ വഹാബ് ഹിഷാമിൻ്റെ മ്യൂസിക്കായിരുന്നു. ഹിഷാം നല്ല രസമുള്ളൊരു ഗായകനും കൂടെയാണ്. തീർച്ചയായിട്ടും ഭയങ്കര ഇഷ്ടമാണ് നമുക്കൊക്കെ. ഏതെങ്കിലും ഒരു പാട്ട് പാടുമോ? അത് വിനായകൻ്റെ ഗാനമേ പാടാം. ഈ പാട്ട് സൂര്യസന്തോഷിനൊപ്പമാണ് പാടിയിരിക്കുന്നത്. ഗാനമേ തന്നു നീ തീരാ മധുരം കാത്തു ഞാൻ വരമാ ഇനി നാം ചേരുമേ നിമിഷം. ഗാനമേ തന്നു നീ തീരാ മധുരം. അപ്പോൾ നിങ്ങൾ ഈ നാടിൻ നന്മകനെ പൊന്മകനെ ഒന്നും സ്റ്റേജിൽ പാടില്ല? ഇലുമിനാറ്റി ഞാൻ പൊതുവെ പാടാറില്ല.
സത്യയുടെ ഇലുമിനാറ്റി ആയതുകൊണ്ട് ഞാൻ പറയുന്നു. പക്ഷേ കാലം അത്തരത്തിലുള്ള പാട്ടുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ സുഷിനെ പോലെ ഒരു മ്യൂസിക് ഡയറക്ടറുടെ പാട്ടുകൾ ക്യാരി ചെയ്യാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ല യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ. അപ്പോൾ എന്ത് ചെയ്യും നിങ്ങളുടെ ഷോയിൽ? ആ പാട്ട് മാത്രമല്ല, സുഷിൻജിയുടെ സുഷിന്റെ ബാക്കി പാട്ടുകളൊക്കെ പാടി മാനേജ് ചെയ്യും. ഇലുമിനാറ്റി ആയതുകൊണ്ട് പാടില്ല എന്നേ ഉള്ളൂ. പക്ഷേ റാപ്പേഴ്സിന്റെ പാട്ടുകളൊക്കെ എല്ലാവരും ആവശ്യപ്പെടില്ലേ? അപ്പൊ എന്ത് ചെയ്യും? കിങ് ഓഫ് കൊത്ത എന്ന ചിത്രത്തിൽ ഞാൻ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഓ, ശരിയോട് ചോദിക്കരുത്, അത് മറന്നു പോയിട്ടുണ്ടാവില്ല. അത് ഷാൻ റഹ്മാൻ സാറിന്റെ മ്യൂസിക്കിൽ ചെയ്തതാണ്. എന്നെ കാണുമ്പോൾ അങ്ങനെ റാപ്പ് ചെയ്യണമെന്ന് ആരും അങ്ങനെ ആവശ്യപ്പെടാറില്ല. പക്ഷെ എന്നാലും ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ പാടും, അർമാദമൊക്കെ പാടും. ഇലുമിനാറ്റി കാര്യം പറഞ്ഞുകൊണ്ട് അർമാദമൊക്കെ പാടും. പിന്നെ ഫാസ്റ്റ് നമ്പേഴ്സ് ഇപ്പോഴത്തെ സുഷിൻ ശ്യാമിൻ്റെ എല്ലാ വർക്ക്സും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മാതാപിതാക്കളെ മാപ്പ് അങ്ങനത്തെ പാട്ടിൽ ഒരുപാട് ഇഷ്ടമാണ്. അതൊക്കെ ഡെഫിനറ്റ്ലി കേൾക്കും, പാടാറുണ്ട്. ഈ നിലാപ്പൊങ്കലായാലേ പറഞ്ഞതേ ഉള്ളൂ, നമ്മളത് അന്ന് പാടിയില്ല. ശുഭ മാമിന്റെ വ്യത്യസ്തമായ വോയിസ് കൊണ്ട് അന്ന് നമ്മള്, അതുപോലെ ബേണി സാറിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട്. ബേണി സാറിന്റെ സ്റ്റുഡന്റ് ആണ് ഞാൻ. അതെ അതെ. അപ്പോൾ ബേണി സാറിന് വേണ്ടിയിട്ട് നിലാപ്പൊങ്കലായാലോ. നിലാപ്പൊങ്കലായാലോ പാടും നീ, ഓ മഴക്കോളു കണ്ടാൽ മതിക്കും ഈ നാട്ടിൽ, ഇടത്തോട് പോലും കിടിപ്പാട്ടു തേനായി തുടിക്കും ഈ നാട്ടിൽ, കരിക്കാടി പോലും പാല്, തനിത്തങ്കവും കൊണ്ട് പോകുന്നു ഞാനും. നിലാപ്പൊങ്കലായാലോ പാടും നീ, ഓ നിങ്ങളുടെ തൊണ്ടയിൽ നിന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം വളരെ ഹസ്കി ആയിട്ട് സംസാരിക്കുന്ന വാതുക്കല് വെള്ളരിപ്രാവ് എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരാളിങ്ങനെ ലൗഡായിട്ട് പാടുമ്പോൾ ഒരു രസമുണ്ടല്ലോ. എങ്ങനെ പാട്ടൊക്കെ കിട്ടിയ, ഐ മീൻ അങ്ങനെ ഇതൊരു പ്ലേ ബാക്ക് ഇങ്ങനത്തെ പാട്ടിൽ പാടാൻ പറ്റിയിട്ടില്ല. ഹാപ്പി ആയിരിക്കും. അതെ, ആ ഹാപ്പിനെസ്സിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ തിരക്കുള്ളൊരു ഗായിക എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോൾ സ്റ്റേജ് ഷോസും ബാക്കി കാര്യങ്ങളും ഒക്കെ പോകുമ്പോഴും ഈ പ്ലേ ബാക്ക് സിംഗിങ് ആണ് ഇപ്പോഴും നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ഒരു ഏരിയ. മാസ് മീഡിയ എന്നുള്ള അർത്ഥത്തിൽ സിനിമ ആയതുകൊണ്ട്. പക്ഷേ ആ പാട്ട് മാറുന്നുണ്ട്. പക്ഷെ എങ്കിലും റാപ്പും ഒക്കെ കയറി വരുന്നുണ്ട്. ആ ഏരിയയിലൊക്കെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഒരു ഇവിടുത്തെ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു രൂപം എന്ന് പറയുന്നത്. അപ്പം ആർക്കെന്ത് വേണം ചൂസ് ചെയ്യാം കേട്ടോ, അത് അവരവരുടെ ഇഷ്ടമാണ്. പക്ഷേ എങ്കിലും ഇൻഡസ്ട്രിയിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു ഡിമാൻഡ്സ് ഉണ്ടാവും. അതിനനുസരിച്ചാണല്ലോ നമ്മൾ പോകുന്നത്. പാട്ടുകൾ തന്നെ മുറിഞ്ഞു തുടങ്ങി, അപ്പം വേറെ വേറെ പാട്ടുകളിലേക്കൊക്കെ നമ്മൾ മാറി തുടങ്ങി. അപ്പം എന്താണ് ശരിക്കുള്ള ആഗ്രഹം? ഈ തിരക്കായിട്ട് ജോലി ചെയ്ത് പോകണമെന്നാണോ, അത് മ്യൂസിക്കിനെ കൂടുതൽ ഡെപ്തിൽ മനസ്സിലാക്കണമെന്നാണോ, ചില വർക്കുകൾ ചെയ്ത് വെക്കണമെന്നാണോ? ഡെഫിനറ്റ്ലി ഡെപ്തിൽ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യം തന്നെ, ഞാൻ ചെറുപ്പത്തിൽ അത്രയും പഠിച്ചിട്ടില്ല പാട്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ റിഗ്രറ്റ്. എപ്പോൾ പഠിക്കുന്നേ ഉള്ളൂ. അപ്പം ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്നെനിക്കറിയാം. അപ്പം അത് കൂടുതൽ ഡെപ്തിൽ മനസ്സിലാക്കാം. ഒരുപാട് പാട്ടുകൾ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമില്ല. ഞാൻ 2019 എൻ്റെ തുടക്കം. ഇപ്പോൾ 2024 5 വർഷമായി. അപ്പം 5 വർഷത്തിൽ കമ്പയർഡ് ടു അതർ സിംഗേഴ്സ് ആക്ച്വലി എൻ്റെ വളരെ കുറവാണ്. എൻ്റെ ഇത് നോക്കുമ്പോൾ ലിസ്റ്റ് ഓഫ് സോങ്സ് ആക്ച്വലി വളരെ കുറവാണ് എൻ്റെ. ഐ വുഡ് സേ ഐ എം ബ്ലെസ്ഡ്. നല്ല മ്യൂസീഷ്യൻസിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി എനിക്ക്. അതാണ് ഏറ്റവും വലിയ അവാർഡ് എനിക്ക് എന്ന് ഞാൻ പറയും. അത് ദൈവം സഹായിച്ച് അതൊരു ബ്യൂട്ടിഫുൾ തുടക്കം നല്ലായിരുന്നു. എല്ലാം ഇങ്ങനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ ഒരുപാട് പാട്ടിൽ പാടിയിട്ടും എനിക്ക് അങ്ങനെ ആ ഒരു സാറ്റിസ്ഫാക്ഷനെക്കാട്ടിലും ഇങ്ങനെ നല്ല നല്ല പാട്ടിലെല്ലാവരും ഏറ്റ് പാടാൻ പറ്റുന്ന പാട്ടിൽ എല്ലാവർക്കും പാടാൻ പറ്റണം. അതാണ് എൻ്റെ പാട്ടിൽ അത്രയ്ക്ക് സിമ്പിളായിരിക്കണം എല്ലാവർക്കും പാടാൻ പറ്റുന്നത്. അതാണ് എനിക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യം. അങ്ങനെ കുറേ പാട്ടുണ്ടാവട്ടെ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കവർ സോങ്സ് ചെയ്യണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സോങ് ചെയ്യണം, മ്യൂസിക് വീഡിയോസ് ചെയ്യണം. അങ്ങനെ കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു താളത്തിൽ തന്നെ നിങ്ങൾ ജീവിതം മുന്നോട്ട് പോട്ടെ. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.